ക്ലാസ്സിൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഒരു പ്രസന്റേഷൻ കണ്ടതാണ്, പവർ പോയിന്റ് പ്രസന്റേഷൻ കണ്ടതാണ്. അത് നമ്മളൊരു സിമ്പിൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത്. അതിന്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. അതാണ് ഈ ക്ലാസ്സിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാനൊരു പ്രോബ്ലം എഴുതിയിട്ടുണ്ട് ബോർഡിൽ. ആ പ്രോബ്ലം നിങ്ങൾക്ക് ഓൾറെഡി PDF ആയിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. അത് എഴുതി വെച്ചിട്ട് വേണം ഈ ക്ലാസ് കേൾക്കാനിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനൊന്ന് പ്രോബ്ലം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം, നോക്കിക്കോളൂ. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് ഫോർ ദി ഇയർ എൻഡിങ് March 31, 2014. അതിന്റെ ഈ ലെഫ്റ്റ് സൈഡ് റെസിപ്റ്റുകളാണ്, റൈറ്റ് സൈഡ് പേയ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബാങ്കിൽ നിന്ന് തുടങ്ങി ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്കിലാണ് ഈ പ്രോബ്ലം അവസാനിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് ഇവിടെ 6 അഡീഷണൽ ഇൻഫർമേഷൻ കൂടി ഉണ്ട്. ഈ അഡീഷണൽ ഇൻഫർമേഷൻസും കൂടി ചേർത്തിട്ട് വേണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ അഡീഷണൽ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഓരോന്നിന്റെയും ഒപ്പം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇത്രയും റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്, നോക്കിക്കൂടാ. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പോലെയല്ല. ഇതിൽ ക്രെഡിറ്റ് സൈഡാണ് ഏത് സൈഡ്? ഇൻകം സൈഡ്. ഡെബിറ്റ് സൈഡ് ഏത് സൈഡാണ്? എക്സ്പെൻഡിച്ചർ സൈഡാണ് കേട്ടോ. സൈഡുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതരുത്. നമ്മൾ ട്രേഡിംഗ് ഓർഗനൈസേഷൻസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഇൻകം എല്ലാം ക്രെഡിറ്റ് സൈഡിലും എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം ഡെബിറ്റ് സൈഡിലുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പൊ പ്രോബ്ലത്തില് നിങ്ങൾ തന്നിട്ടുള്ള പ്രോബ്ലത്തില് ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് തന്നെ എന്താണ്? ഓപ്പണിംഗ് ബാലൻസ്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസസ് എക്സ്ക്ലൂഡ് ചെയ്യുന്നു എന്നാണ്. രണ്ടാമത്തെ പോയിന്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്സും ക്യാപിറ്റൽ പേയ്മെന്റ്സും എക്സ്ക്ലൂഡ് ചെയ്യുന്നു. ഇത് രണ്ടും എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ. അപ്പൊ ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ബാങ്ക് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്ക്ലൂഡ് ചെയ്യുന്നു. നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ഇനി അടുത്ത ഐറ്റം നോക്കുക, സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷൻ ഇൻകം ആണ് നമുക്കറിയാം. പക്ഷെ സബ്സ്ക്രിപ്ഷൻ അവിടെ 3 വർഷത്തെ നമുക്ക് തന്നിട്ടുണ്ട്. 2013 1500 രൂപ, 2014 10,000 രൂപ, 2015 500 രൂപ. ഇതിൽ ഏത് എമൗണ്ട് ആണ് എടുക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പോലെ എല്ലാ റെസിപ്റ്റും വാരി വലിച്ച് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് എഴുതില്ല. ഏത് ഇയറിലത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഇയറുമായിട്ട് ബന്ധപ്പെട്ട ഇൻകം അല്ലെങ്കിൽ റെസിപ്റ്റ് അതല്ലെങ്കിൽ പേയ്മെന്റ്സ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏത് ഇയറിലത്തെയാണ്? March 31, 2014 അപ്പൊ നമുക്കറിയാം ഈ സബ്സ്ക്രിപ്ഷനിലെ ഏത് എമൗണ്ട് ആണ് എടുക്കേണ്ടത്? 2014 എമൗണ്ട് ആണ് എടുക്കേണ്ടത്. 2014 എമൗണ്ട് 10,000 റുപ്പീസ് ആണ്. ബാക്കി രണ്ടും, അതായത് മുൻ വർഷങ്ങളിൽ കിട്ടിയിട്ടുള്ളതും വരും വർഷത്തേക്ക് വേണ്ടി അഡ്വാൻസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതും ഒന്നും നമ്മൾ എവിടെ എടുക്കുന്നില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുന്നില്ല. ആകെ ഈ പർട്ടിക്കുലർ ഇയറിലത്തെ മാത്രമാണ് എടുക്കുന്നത്. ഇനി നോക്കുക, സബ്സ്ക്രിപ്ഷന് ഏതെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളത്. അഡീഷണൽ ഇൻഫർമേഷനിലേക്ക് നോക്കി നോക്കൂ. 4ാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ആരുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? സബ്സ്ക്രിപ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സബ്സ്ക്രിപ്ഷൻ അക്രൂഡ്. അക്രൂഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്? ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പൊ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. എത്ര രൂപ? 400 രൂപ. അപ്പൊ അതുകൂടെ ചേർത്ത് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഈ ഒരു ഐറ്റം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കിക്കോളൂ കേട്ടോ. ഇൻകം സൈഡില് ഞാൻ ആദ്യത്തെ ഐറ്റം എഴുതുകയാണ്. എന്താണ് പറഞ്ഞത്? സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ഏത് ഇയറിലത്തെയാണ്? 2014. എത്ര രൂപയാണ് അത് വരുന്നത്? 10,000. ഞാൻ ഇന്നർ കോളത്തിൽ എഴുതി. എന്തുകൊണ്ടാണ്? അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഇനി അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു? ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ്. ഔട്ട്സ്റ്റാൻഡിംഗ് എത്ര രൂപ തന്നിട്ടുണ്ട്? 400 രൂപ തന്നിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് കൂടെ ആഡ് ചെയ്തു. എത്ര രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ആവുന്നത്? 10,400. 10,400 ആണ് ഔട്ടർ കോളത്തിലേക്ക് എടുത്ത് എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? സബ്സ്ക്രിപ്ഷന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒരു മെയിൻ അഡ്ജസ്റ്റ്മെന്റ് ആണ് കേട്ടോ. എല്ലാ പ്രോബ്ലത്തിലും വരുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. നന്നായി മനസ്സിലാക്കുക. ഇനി അടുത്ത ഐറ്റം നോക്കുക, ഡൊണേഷൻ. ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡൊണേഷൻ അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്യാം. ക്യാപിറ്റലൈസ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് റവന്യൂ ആയിട്ട് കണക്കാക്കിയാൽ മതി. ഇൻകം ആണ് ഡൊണേഷനും. അത് എന്ത് ചെയ്യുന്നു? ഇൻകം സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു. ഡൊണേഷൻ എത്ര രൂപയാണ് തന്നിരിക്കുന്നത്? 2,000 രൂപ. ഡൊണേഷൻ 2,000 രൂപ റെക്കോർഡ് ചെയ്തു.
നോക്കിക്കോളൂ, ഹോൾ റെന്റ് ആണ് അല്ലെ. നമുക്ക് ഹോൾ റെന്റ് ആണ് നമുക്ക് ഇനി ഇതിൽ റെക്കോർഡ് ചെയ്യാനുള്ളത്. ഹോൾ റെന്റ് റെസിപ്റ്റ് സൈഡിലാണ്, അതുകൊണ്ട് അതും ഇൻകം ആണ്. അത് നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യാം. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഹോൾ റെന്റിന് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. അപ്പൊ നമുക്ക് അത് ഇവിടെ ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാം. എന്താണ് ഹോൾ റെന്റ്? എത്ര രൂപയാണ് ഹോൾ റെന്റ് തന്നിരിക്കുന്നത്? 300 രൂപയാണ് ഹോൾ റെന്റ്. അതവിടെ റെക്കോർഡ് ചെയ്തു. അടുത്ത ഐറ്റം എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്. അതായത് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിന്, നമുക്കറിയാം ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട് ബാങ്കിന് എന്നുള്ളത് അല്ലെ, 25,000 രൂപ. ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന് നമുക്ക് എന്ത് കിട്ടുകയാണ്? ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 450 രൂപ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്നൊന്ന് നോക്കിക്കോളൂ. നോക്കൂ, മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്താണ്? ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവബിൾ ₹150 എന്ന് പറഞ്ഞാൽ ബാങ്ക് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടേണ്ട സമയമായി, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ആക്ച്വലി അത് റിസീവ് ചെയ്തിട്ടില്ല. എന്താണ്? റിസീവബിൾ ആണ്, കിട്ടാനുള്ളതാണ്. എത്ര രൂപ? 150 രൂപ. ഈ കിട്ടാനുള്ളതിനെ നമ്മൾ എന്ത് പേരാണ് വിളിക്കുക? ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ള പേരാണ് വിളിക്കുക. അപ്പൊ ബാങ്ക് ഇൻട്രസ്റ്റിന്റെ കൂടെയും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ എഴുതാം ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്. എത്ര രൂപയാണ് ബാങ്ക് ഡെപ്പോസിറ്റ് തന്നിരിക്കുന്നത്? 450 രൂപയാണ്. അതിന്റെ കൂടെ ആഡ് എത്ര രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വരുന്നത്? എത്ര രൂപയാണ്? 150 രൂപയാണ് ഔട്ട്സ്റ്റാൻഡിംഗ്. അതുകൂടെ ആഡ് ചെയ്യാം. എത്ര രൂപ വരും? 600 രൂപയാണ് ബാങ്ക് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് വരുന്നത്. 600 രൂപയാണ് ഔട്ടർ കോളത്തിലേക്ക് നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്തായിട്ട് നോക്കുക, എന്താണ്? എൻട്രൻസ് ഫീസ് ആണ്. എൻട്രൻസ് ഫീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. അഞ്ചാമത്തെ അഡ്ജസ്റ്റ്മെന്റ് നോക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? 50% എൻട്രൻസ് ഫീസ് ഈസ് ടു ബി ക്യാപിറ്റലൈസ്ഡ്. അതായത് എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് നോർമലി ഒരു റവന്യൂ ഐറ്റം ആണ്. നമുക്കറിയാലോ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു ഐറ്റം നമുക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒക്കെ കുറച്ച് ഫണ്ടുകൾ എടുത്തിട്ട് അതിനെ എന്താക്കി മാറ്റും? ക്യാപിറ്റൽ ഫണ്ട് ആക്കിയിട്ട് മാറ്റും. അത് ഞാൻ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്. ഇവിടെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? എൻട്രൻസ് ഫീസിന്റെ 50% എന്ന് വെച്ചാൽ പകുതി. ഇനിയിപ്പോ അത് കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ, പ്രോബ്ലം വൈസ് കാണണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് ഫീസ് നമുക്ക് ഇവിടെ തരുന്നത് 1000 രൂപയാണ്. അതിന്റെ എത്ര പെർസെന്റേജ് കാണാം? 50/100 കാണാം. എത്ര രൂപ കിട്ടും നമുക്ക്? 500 രൂപ. ആ 500 രൂപയാണ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുള്ളൂ. 500 രൂപ ബാലൻസ് ഷീറ്റിലേക്കും 500 രൂപ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിലേക്കുമാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എഴുതാം എൻട്രൻസ് ഫീസ് എത്ര രൂപ? 500 രൂപ. മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ? ഓക്കെ. അപ്പൊ നമുക്ക് റെസിപ്റ്റ് സൈഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഏത് സൈഡിലേക്ക് നമുക്ക് പോകാം? പേയ്മെന്റ് സൈഡിലേക്ക് പോകാം. അപ്പൊ പേയ്മെന്റ് സൈഡിലെ ഐറ്റംസ് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഐറ്റം എടുക്കുന്നത് പർച്ചേസ് ഓഫ് ഫർണിച്ചർ ആണ്. പർച്ചേസ് ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞ ഐറ്റം നമുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്താണ് പർച്ചേസ് ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ഫർണിച്ചർ വാങ്ങിയതാണ്, അതൊരു ക്യാപിറ്റൽ ആയിട്ടാണ്. എവിടെയാണ് കാണിക്കേണ്ടത്? ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അതുമായിട്ട് ബന്ധപ്പെട്ട വല്ല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കണം കേട്ടോ. ഇനി അടുത്ത ഐറ്റം ഏതാണ്? സാലറീസ് ആണ്. അപ്പൊ സാലറീസ് നമുക്ക് ആദ്യം റെക്കോർഡ് ചെയ്യാം. നോക്കാം. സാലറീസ് എന്താണ്? പേയ്മെന്റ്സ് ആണ് അല്ലെ. അപ്പൊ അത് ഏത് സൈഡിലാണ്? എക്സ്പെൻഡിച്ചർ സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. സാലറീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടോ നോക്കി നോക്കൂ. ദ ഫസ്റ്റ് അഡീഷണൽ ഇൻഫർമേഷൻ സാലറിയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെ എടുത്തു എന്നുള്ളത് നമുക്കൊന്ന് ടിക്ക് ചെയ്ത് പോവാം. അല്ലെങ്കിൽ എടുത്തത് ഏതാ എടുക്കാത്തത് ഏതാന്ന് മനസ്സിലാവാതിരിക്കേണ്ട. ഇത് മൂന്നുമാണ് നമ്മൾ എടുത്തത്. എന്റർടൈൻമെന്റ് എക്സ്പെൻസസ് നമുക്ക് എടുത്തിട്ടില്ല. ഓക്കെ, സാലറിയാണ് ഇനി അടുത്തത് എടുക്കേണ്ടത്. സാലറിക്കും 1500 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. സാലറീസ് വരുന്നത് എമൗണ്ട് വരുന്നത് 2000 രൂപയാണ്. ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ്. ഇനി ഔട്ട്സ്റ്റാൻഡിംഗ് മുഴുവൻ എഴുതാം, അല്ലെങ്കിൽ ഓ ഇട്ടിട്ട് ഒരു ബാർ ഇട്ടിട്ട് എസ് ഇട്ടാലും മതി കേട്ടോ. അത് ഔട്ട്സ്റ്റാൻഡിംഗ് തന്നെയാണ് നമ്മൾ വായിക്കുക. അതിന്റെ കൂടെ 1500 രൂപ ആഡ് ചെയ്ത് എഴുതാം. അപ്പൊ മൊത്തം സാലറി എമൗണ്ട് വരുന്നത് എത്ര രൂപയാണ്? 3500 രൂപയാണ് സാലറീസ് വരുന്നത്. ഇനി അടുത്ത പേയ്മെന്റ്സ് ആയിട്ട് കിടക്കുന്ന ഐറ്റം ടെലിഫോൺ എക്സ്പെൻസ് ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് എടുക്കുന്നുണ്ടോ എന്ന് നോക്കിയൊക്കെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ആ ഐറ്റം ഇങ്ങോട്ട് എഴുതാം. എന്താണ്? ടെലിഫോൺ എക്സ്പെൻസസ്. എത്ര രൂപയാണ് എമൗണ്ട് വരുന്നത്? 300 രൂപയാണ് ടെലിഫോൺ എക്സ്പെൻസസിന്റെ എമൗണ്ട് വരുന്നത്. അടുത്തത് വരുന്നത് ഇലക്ട്രിസിറ്റി ചാർജസ് ആണ്. ഇലക്ട്രിസിറ്റി ചാർജസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നുമില്ല. അപ്പൊ നമുക്ക് അതും ഇവിടെ എഴുതാം.
ഇലക്ട്രിസിറ്റി ചാർജസിന്റെ എമൗണ്ട് വരുന്നത് 600 രൂപയാണ്. അതിവിടെ റെക്കോർഡ് ചെയ്യാം. ഇനി അടുത്ത ഐറ്റം വരുന്നത് പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി ആണ്. അതുമായിട്ടും റിലേറ്റ് ചെയ്യുന്ന ഒരു അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമുക്കിവിടെ അത് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യാം. എന്താണ് പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി. പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി എമൗണ്ട് വരുന്നത് 150 രൂപയാണ്. ഇതൊക്കെ റവന്യൂ ആയിട്ട് ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് എടുക്കുന്നത്. ഇനി അടുത്തത് നോക്കുക, പർച്ചേസ് ഓഫ് ബുക്സ്. പർച്ചേസ് ഓഫ് ബുക്സ് നമുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, പർച്ചേസ് ഓഫ് ബുക്സ് ക്യാപിറ്റൽ ഐറ്റം ആണ്. ക്യാപിറ്റൽ ഐറ്റം നമ്മൾ എവിടെ എടുക്കുക? ബാലൻസ് ഷീറ്റിലാണ് എടുക്കുക. അത് ഇങ്ങോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഐറ്റം അവിടെ നിർത്തുക. അത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നില്ല. ഇനി അതിന് താഴെ അടുത്ത് എന്താ തന്നിരിക്കുന്നത്? എന്റർടൈൻമെന്റ് എക്സ്പെൻസസ്. എന്റർടൈൻമെന്റ് എക്സ്പെൻസസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ ഇവിടെ തന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കൂ, എന്റർടൈൻമെന്റ് എക്സ്പെൻസസ് ഇവിടെ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? എന്റർടൈൻമെന്റ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് ₹500. 500 രൂപ എന്റർടൈൻമെന്റ് എക്സ്പെൻസസിനും എന്തുണ്ട്? ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പൊ ഈ അഡ്ജസ്റ്റ്മെന്റും നമുക്ക് ചേർത്തിട്ട് വേണം ഇവിടെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എഴുതാം നമുക്ക് എന്റർടൈൻമെന്റ് എക്സ്പെൻസസ്. എത്രയാണ് എമൗണ്ട് വരുന്നത്? 900 രൂപയാണ്. ആൻഡ് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് വരുന്നത് 500 രൂപയാണ് അല്ലേ? അപ്പോ ആഡ് ചെയ്ത് എഴുതുമ്പോൾ 1400 ആണ് എന്റർടൈൻമെന്റ് എക്സ്പെൻസസിന്റെ എമൗണ്ട് വരുന്നത്. ഇനി അടുത്ത ഐറ്റം വരുന്നത് എന്താണ്? പർച്ചേസ് ഓഫ് 5% ഗവൺമെന്റ് പേപ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഐറ്റം നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഗവൺമെന്റ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ഐറ്റം ആണ്. നമ്മൾ അത് ഇവിടെ റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് എവിടെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ബാലൻസ് ഷീറ്റിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. പക്ഷെ ആ ഐറ്റത്തിന്റെ ഉള്ളിൽ ഒരു 5% എന്ന് തന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചു നിങ്ങൾ? 5% എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പേപ്പേഴ്സിന് എത്ര രൂപയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ളത്? 5% കൊടുത്തിട്ടാണ് ഗവൺമെന്റ് പേപ്പേഴ്സ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. 5% ഇൻട്രസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ റെക്കോർഡ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. പർച്ചേസിന്റെ ഗവൺമെന്റ് പേപ്പേഴ്സ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് ചെയ്യുന്നു. പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളതിന് എത്ര ശതമാനമാണ് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്? 5% നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്. അപ്പൊ നമുക്ക് അത് എന്താണ്? ഒരു റെസിപ്റ്റ് ആണ്. അപ്പൊ അത് ഏത് സൈഡിൽ വേണം റെക്കോർഡ് ചെയ്യാൻ? ഇൻകം സൈഡിൽ വേണം റെക്കോർഡ് ചെയ്യാൻ. ആ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗവൺമെന്റ് പേപ്പേഴ്സിന് നമ്മൾ ചെലവാക്കിയിരിക്കുന്ന പൈസ എത്ര രൂപയാണ്? 8000 രൂപയാണ്. എത്ര ശതമാനമാണ് അതിന് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുള്ളത്? 5% ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കണം. അതെന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞത്? 1/7/2014 ഈ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1/4/2014 1/7 ഈ സാധനം നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പൊ മൊത്തം ഒരു ഇയറിലേക്കുള്ള 5% നമുക്ക് കിട്ടുമോ? കിട്ടില്ല. നമ്മൾ എന്നാണോ പർച്ചേസ് ചെയ്തത് അന്ന് തൊട്ടുള്ള ഇൻട്രസ്റ്റ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ 1/7 തൊട്ട് 31 മാർച്ച് വരെ എത്ര മാസമുണ്ട് എന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 1/7 എന്ന് പറഞ്ഞാൽ ജൂലൈ ആണ്. ജൂലൈ മാസം മുഴുവൻ ഉണ്ട്. കാരണം 1-ാം തീയതിയാണ് അല്ലെ? അപ്പൊ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. എത്ര മാസം ഉണ്ട്? 9 മാസമാണുള്ളത്. അപ്പൊ നമ്മൾ ഈ 5% കാണേണ്ടത് എത്ര മാസത്തേക്കാണ്? 9 മാസത്തേക്കാണ്. 8000 × 5/100 × 9/12. എത്രയാണ് എമൗണ്ട് കിട്ടുന്നത് എന്നുള്ളത് നോക്കുക. എത്ര രൂപയാണ് കിട്ടുക? 300 രൂപ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. 300 രൂപ തന്നെയല്ലേ കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ അതൊന്ന് എഴുതാം. എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്? 300 രൂപയാണ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ഇനി അടുത്ത ഐറ്റം നോക്കി നോക്കുക. മിസ്സലേനിയസ് എക്സ്പെൻസസ്. അത് നമുക്ക് എന്താണ്? എക്സ്പെൻഡിച്ചർ ആണ് അല്ലെ? അപ്പൊ അതിവിടെ എഴുതാം. മിസ്സലേനിയസ് എക്സ്പെൻസസ്. എത്ര രൂപയാണ്? 600 രൂപയാണ് മിസ്സലേനിയസ് എക്സ്പെൻസസ്. ഇനി അവിടെ വരുന്നത് ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്ലോസിംഗ് ബാലൻസ് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഈ അഡീഷണൽ ഇൻഫർമേഷൻ ഒന്ന് നോക്കാം. എല്ലാ അഡീഷണൽ ഇൻഫർമേഷനും നമ്മൾ ഇതിലേക്ക് ചേർത്തു എന്നുള്ളത്
നോക്കി നോക്കൂ, ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ ഒക്കെ ചേർത്തു. ഒരെണ്ണം ബാക്കി എടുക്കണ്ടേ. എന്താണത്? ഫർണിച്ചർ ഈസ് ടു ബി ഡിപ്രീഷിയേറ്റഡ് അറ്റ് 10%. അപ്പൊ നമുക്ക് ഇവിടെ നിങ്ങളുടെ പ്രോബ്ലത്തിലെ പേയ്മെന്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം തന്നിരിക്കുന്നത് എന്താണ്? പർച്ചേസ് ഓഫ് ഫർണിച്ചർ ആണ് അല്ലെ. അതിന്റെ ഡിപ്രീസിയേഷൻ നമുക്കറിയാം. ഡിപ്രീസിയേഷനും ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റും ഒക്കെ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ലോസും പ്രോഫിറ്റും ഒക്കെ കാണിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഡിപ്രീസിയേഷൻ കാണിക്കണം. ഫർണിച്ചർ വാങ്ങിയിരിക്കുന്നത് 5000 രൂപയ്ക്കാണ്. 5000 രൂപയുടെ ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. അതിന് എന്തുണ്ട്? 10% ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. 5000 × 10/100. ഇനി ഈ ഫർണിച്ചർ വാങ്ങിയത് എന്നാണ്? 1/7/2014 നേരത്തെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിന് ഒരു പ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്തേ ഉള്ളൂ. 1/7 തൊട്ടുള്ള ഡിപ്രീസിയേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ 9 മാസത്തെ ഡിപ്രീസിയേഷൻ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. 5000 × 10/100 × 9/12 ചെയ്യണം. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കി നോക്കുക. 375 rupees ആണ് ഡിപ്രീസിയേഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് റെക്കോർഡ് ചെയ്യണം. ഡിപ്രീസിയേഷൻ നമുക്കറിയാം നമുക്കൊരു നഷ്ടമാണ്, അതൊരു എക്സ്പെൻസ് ആണ് അല്ലെ. അതുകൊണ്ട് അത് എക്സ്പെൻഡിച്ചർ സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ. ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഓൾറെഡി ട്രേഡിംഗ് ഓർഗനൈസേഷൻസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചെയ്ത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. എത്ര രൂപയാണ് വരുന്നത്? 375 രൂപ. ഇനി ഒരു ഐറ്റം നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ഏത് സൈഡിലാണ് കൂടുതൽ നമുക്ക് അറിയില്ല. അതുകൊണ്ട് രണ്ട് സൈഡിലും ഓരോ ഐറ്റം എഴുതാനുള്ള സ്പേസ് വിടുന്നു. എന്നിട്ട് നോക്കാം. നോർമലി ഇപ്പൊ ഈ പ്രോബ്ലം കാണുമ്പോൾ തന്നെ അറിയാം ഏത് സൈഡാണ് കൂടുതൽ. ഇൻകം സൈഡാണ് കൂടുതൽ. എന്തായാലും കൂട്ടി നോക്കാം. ഇൻകം സൈഡിൽ വരുന്നത് എത്ര രൂപയാണ്? 14,100 രൂപയാണ്. എക്സ്പെൻഡിച്ചർ സൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 6,925 രൂപയാണ്. അങ്ങനെ എഴുതാൻ പറ്റിയല്ലോ, നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ നമുക്ക് ഇത് ഇവിടെ കുറവ് ഏതാണ്? കൂടുതൽ ഏതാണ്? 14,100. ഇൻകം ആണ് കൂടുതൽ. കുറവ് എവിടെയാണ്? എക്സ്പെൻഡിച്ചർ സൈഡിലാണ്. 6,925. അപ്പൊ ഇത് നമുക്ക് മാറ്റാം. ഇതിനെ എന്താക്കി മാറ്റണം? ഈ 14,100 രൂപയാക്കി മാറ്റണം. മാറ്റുമ്പോ ഇവിടെ ബാലൻസ് വരും അല്ലെ. ആ ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 7,175 രൂപയാണ്. ഈ എമൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സർപ്ലസ്. കാരണം എന്താ? ഇൻകം കൂടുതലാണ്. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്നുള്ളതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സർപ്ലസ്. ഇവിടെ കിട്ടിയിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? 7,175 രൂപ. ഈ പറഞ്ഞ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നന്നായി മനസ്സിരുത്തി കേൾക്കുക. പ്രോബ്ലം എഴുതി വെച്ചിട്ടേ കേൾക്കാൻ പാടുള്ളൂ കേട്ടോ. നന്നായി 1-2 പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് ഓക്കെ ആവുമെന്ന് ഞാൻ വിചാരിക്കാം. ഓക്കെ, ബൈ.